ബ്രിട്ടീഷ് അധികാരികൾക്ക് മുമ്പിൽ രാജ്യത്തെ മതപരമായി രണ്ടായി വിഭജിക്കുന്ന തീരുമാനത്തിലെത്തിയപ്പോൾ പൂർവികരായ അന്നത്തെ നമ്മുടെ നേതാക്കൾ ഇന്ത്യയിൽ അവശേഷിച്ചിരുന്ന മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നാം നേരിടുന്ന മതപരമായ ഒരു വിഷയവും ഉണ്ടാവില്ലായിരുന്നു എന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് മാത്രമല്ല, രാജ്യത്ത് അവശേഷിക്കുന്ന ഹൈന്ദവ വിരോധികൾ ഇന്ത്യയുടെ സനാതന ധർമ്മത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന അപകടകരമായ സ്ഥിതിയും ഉണ്ടായി. ഇതിന് വഴിയൊരുക്കിയത് രാജ്യത്ത് ഇപ്പോഴും അവശേഷിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ തന്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഭൂരിപക്ഷ മതവിഭാഗമായ ഹൈന്ദവ സമൂഹത്തെ തള്ളിക്കളയാനും മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങളടക്കം ഒരുമിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം അപ്പോൾ കിട്ടിയിരിക്കണം എന്ന വാശി ഉണ്ടായതും ഗൗരവപൂർവ്വം കാണേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണ നിർവഹണം നടത്തിയ മുൻകാല നേതാക്കന്മാർ മതപരമായ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാതെ വന്നതാണ് ഇന്നത്തെ എല്ലാ